ഫ്രെഡി എന്നു പേരുള്ള ഈ ഡെന്റിസ്റ്റിനെ കാണിച്ചുകൊണ്ടാണ് മൂവിയുടെ കഥ ആരംഭിക്കുന്നത്. ഫ്രെഡി ഒരു മാട്രിമോണിയിൽ തൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 30 വയസ്സാണ്. ഇതുവരെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഒരു പെൺകുട്ടിയുമായി മീറ്റ് ചെയ്യുകയാണ്. എന്നാൽ പെൺകുട്ടികളുമായിട്ട് അധികം ഇടപഴകിയിട്ടില്ലാത്ത അദ്ദേഹത്തിന് ആ പെൺകുട്ടിയോട് അധിക നേരം മുഖത്തു നോക്കി സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇത് തന്നെ ആ പെൺകുട്ടിക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും പെട്ടെന്ന് പോകുന്നു. അങ്ങനെ ആ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് ആ പെൺകുട്ടി അറിയുകയാണ്. ഫ്ലാറ്റിൽ ഫ്രെഡി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അവന് കൂട്ടായി ആകെ ഉണ്ടായിരുന്നത് അവൻ ഓമനിച്ച് വളർത്തുന്ന ഒരു ടോർട്ടോയ്സ് മാത്രമായിരുന്നു. ഇനി കാണിക്കുന്നത് ഫ്രെഡിയുടെ ഒരു അമ്മായിയാണ്. ഇവരാണ് ഫ്രെഡിയുടെ അമ്മയുടെ മരണശേഷം അവനെ നോക്കി വളർത്തിക്കൊണ്ടിരുന്നത്. വിവാഹത്തിനായി മാട്രിമോണിയൽ പരസ്യം ചെയ്ത അദ്ദേഹത്തെ പലരും പല രീതിയിൽ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കലൊരു പെൺകുട്ടി തനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നാൽ ആ പെൺകുട്ടി അവിടെ എത്തിച്ചേരുന്നില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇത് അവിടെ എത്തിച്ചേർന്ന 2-3 പേർ ചേർന്ന് നടത്തിയ ഒരു തമാശ മാത്രമായിരുന്നു എന്ന്. വളരെ വിഷമത്തോടു കൂടിയാണ് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അന്ന് അദ്ദേഹം അവിടെ നിന്നും തൻ്റെ ഫ്ലാറ്റിലേക്ക് മടങ്ങുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫ്രെഡി തൻ്റെ ആൻറ്റിയോടൊപ്പം ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണ്. അവിടെ അതിസുന്ദരികളായ ധാരാളം പെൺകുട്ടികളെ ആൻറ്റി കാണുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ ആരെങ്കിലുമൊക്കെ പോയി പരിചയപ്പെടാൻ ആൻറ്റി ഫ്രെഡിയോട് നിർദ്ദേശിക്കുകയാണ്. അപ്പോഴാണ് ആൻറ്റി അവിടെ നിൽക്കുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അവളെ കണ്ട മാത്രയിൽ തന്നെ ആൻറ്റിക്ക് വളരെയധികം ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഫ്രെഡിയോട് അവളെ പോയി പരിചയപ്പെടാൻ ആൻറ്റി ആവശ്യപ്പെടുന്നു. അങ്ങനെ ആൻറ്റിയുടെ നിർദ്ദേശപ്രകാരം ഫ്രെഡി കൈനാസ് എന്ന പേരുള്ള ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. കൈനാസിന്റെ അടുത്തെത്തി ഫ്രെഡി അവളെ ഒന്ന് പരിചയപ്പെടാനായി തുടങ്ങുമ്പോഴേക്കും അവളുടെ ഭർത്താവ് അവിടെ എത്തിച്ചേരുന്നു. ഫ്രെഡി തന്റെ ഭാര്യയുടെ അടുത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ഫ്രെഡിയുടെ അടുത്തേക്ക് വരികയും അവനെ നിലത്തേക്ക് തള്ളിയിട്ട് കൈനാസിനെ ബലമായി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ വീട്ടിലെത്തിയിട്ടും ഫ്രെഡിയുടെ മനസ്സിൽ നിന്നും കൈനാസിന്റെ ആ നിഷ്കളങ്കമായ ചിരി മായുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ ഫ്രെഡി തന്റെ ക്ലിനിക്കിലെത്തി പേഷ്യൻസിനെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് കൈനാസ് കടന്നു വരുന്നു. അവളെ അവിടെ കണ്ട് ഫ്രെഡി അതിശയിച്ചു പോവുകയാണ്. തന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണെന്നും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ തന്നോട് വിരോധമൊന്നും തോന്നരുതെന്ന് അവൾ ഫ്രെഡിയോട് പറയുന്നു. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ഫ്രെഡി അവൾക്ക് വേണ്ടി ചെക്കപ്പ് ഒക്കെ നടത്തുകയാണ്. അതിനുശേഷം അവർ ഇരുവരും അല്പനേരം സംസാരിക്കുകയാണ്. വീട്ടിലേക്ക് മടങ്ങിപ്പോകാനായി എണീറ്റ കൈനാസ് അവിടെ ടേബിളിലിരിക്കുന്ന ഫ്രെഡിയുടെ അമ്മയുടെ ചിത്രം ശ്രദ്ധിക്കുകയാണ്. അവരൊരു ഫേമസ് വയലിനിസ്റ്റ് ആയിരുന്നു. ആ ചിത്രം കണ്ട് കൈനാസ് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, എനിക്ക് ഇവരോട് വലിയ ആരാധനയായിരുന്നുവെന്നും ഇവരുടെ ആരാധന മൊത്ത് ഞാനും വയലിൻ പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് വയലിൻ പഠിച്ചതെന്നും അവൾ ഫ്രെഡിയെ അറിയിക്കുന്നു. എന്നാൽ വിവാഹശേഷം തൻ്റെ ഭർത്താവിനെ ഇതിനൊന്നും താല്പര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി എനിക്കിതെല്ലാം മതിയാക്കേണ്ടി വന്നു എന്നുകൂടി അവൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഫ്രെഡിക്ക് അവളോടുള്ള ഇഷ്ടം അധികരിക്കുകയാണ് ചെയ്തത്. അന്ന് വീട്ടിലെത്തിയ ഫ്രെഡി താൻ കൈനാസിനെ വിവാഹം കഴിച്ച് മകളുമായി സന്തോഷത്തോടെ ജീവിക്കുന്ന കാഴ്ചയാണ് സ്വപ്നം കാണുന്നത്. ആ രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ അദ്ദേഹം കൈനാസിനെ കാത്ത് ക്ലിനിക്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അവൾ അവിടെ എത്തിച്ചേർന്നു. അവൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി പല്ലിന്റെ കേടുപാടുകളൊക്കെ അദ്ദേഹം പരിഹരിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് മയക്കത്തിലായിരുന്ന കൈനാസിന്റെ അടുത്ത് നിന്ന് ഫ്രെഡി അവളോട് തന്റെ ഇഷ്ടം പറയുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം തുടർ ചികിത്സയ്ക്കായി നാളെ വീണ്ടും എത്തണമെന്ന് ഫ്രെഡി അവളോട് പറഞ്ഞു വിടുന്നു. കൈനാസ് വീട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം അദ്ദേഹം അവൾ കൊടുത്തിരുന്ന രേഖകളിൽ നിന്നും അവളുടെ അഡ്രസ്സ് മനസ്സിലാക്കുകയാണ്. ഇതേ സമയം കൈനാസ് വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ അവളുടെ ഭർത്താവ് അവിടെ എത്തിയിരുന്നു. ഭക്ഷണമൊന്നും പാകം ചെയ്ത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. അതേസമയം അദ്ദേഹം അവിടെയുള്ളൊരു ഫേമസ് റെസ്റ്റോറന്റിന്റെ ഉടമ കൂടിയായിരുന്നു. ഈ കാഴ്ചകളെല്ലാം താഴെ നിൽക്കുന്ന ഫ്രെഡി കാണുകയാണ്. ഒരു വട്ടം അവളെ രക്ഷിക്കുന്നതിനായി അദ്ദേഹം കാറിൽ നിന്ന് ചാടി ഇറങ്ങുന്നുണ്ടെങ്കിലും പിന്നീട് സ്വയം കൺട്രോൾ ചെയ്ത് അദ്ദേഹം അവിടെ നിന്നും തന്റെ ഫ്ലാറ്റിലേക്ക് മടങ്ങുന്നു. ആ രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് തന്റെ പിതാവ് തന്റെ അമ്മയെ ദാരുണമായി വെടിവെച്ചു കൊല്ലുന്ന രംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പാഞ്ഞുപോയത്. അടുത്ത ദിവസം രാവിലെ ഫ്രെഡി കൈനാസിനെ കാത്ത് ഏറെ നേരം റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും അവൾ അവിടേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണ്. ഫ്രെഡി പറഞ്ഞതനുസരിച്ച് ഇരുവരും ഒരു പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അന്ന് അവിടെ എത്തിയ മറ്റു പേഷ്യൻസിനെ ഒന്നും നോക്കാതെ ഫ്രെഡി പാഞ്ഞു പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയ ഫ്രെഡി കൈനാസിന്റെ മുഖത്ത് അവളുടെ ഭർത്താവ് മർദ്ദിച്ചതിന്റെ പാടുകൾ കണ്ട് വളരെയധികം വിഷമിക്കുന്നു. അടുത്തതായി അദ്ദേഹം അവളെ ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടി അടുത്തൊരു കടയിൽ പോയി വില കൂടിയ വസ്ത്രങ്ങളും ഷൂസുകളും ഒക്കെ വാങ്ങുകയാണ്. രാത്രികളിൽ ഉറക്കം വരാതെ കിടക്കുന്ന ഫ്രെഡി തന്റെ അമ്മയുടെ ഫോട്ടോ നോക്കി കൈനാസിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. മാത്രമല്ല അന്നു മുതൽ എന്നും രാത്രി അദ്ദേഹം കൈനാസിനെ നിരീക്ഷിക്കുവാനും ആരംഭിച്ചു. കൈനാസിന്റെ ഭർത്താവ് രാത്രിയിൽ പുറത്തു പോകുന്ന സമയങ്ങളെല്ലാം ഫ്രെഡിക്ക് നല്ലതുപോലെ മനസ്സിലായി. ആ സമയത്തെ കൈനാസിനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും അങ്ങനെ അവർ ഇരുവരും പരസ്പരം ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പതിയെ പതിയെ കൈനാസും ഫ്രെഡിയെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കൈനാസിന് തന്നെ ഇഷ്ടമാണെന്നുള്ള സന്തോഷ വാർത്ത ഫ്രെഡി തന്റെ അമ്മായിയെ അറിയിക്കുകയാണ്. കല്യാണം എപ്പോഴുണ്ടാകുമെന്ന് ചോദിച്ച അമ്മായിയോട് അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു.
അതിനുശേഷം അവർ ഇരുവരും ഒരു തിയേറ്ററിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. അവിടെ വെച്ച് കൈനാസും ഫ്രെഡിയും പരസ്പരം ചുംബിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ കൈനാസ് അവിടെ നിന്നും പുറത്തേക്ക് പായുന്നു. എന്താണെന്നൊന്നും ഫ്രെഡിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അതിനുശേഷം അവളെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അവൾ അദ്ദേഹത്തെ കാണാൻ വരുന്നുമുണ്ടായിരുന്നില്ല. ഫോണിലൂടെയും കൈനാസുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാത്തതിനാൽ ഫ്രെഡ് നേരെ അവളുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ എത്തി ഫ്രെഡ് കാണുന്നത് ഭർത്താവിന്റെ ക്രൂര പീഡനത്തിനിടയായി നിൽക്കുന്ന കൈനാസിനെയാണ്. വേദനകൾ കടിച്ചമർത്തി നിന്ന കൈനാസ് ഫ്രെഡിയെ കണ്ട ഉടനെ തന്നെ ഓടിവന്ന് അയാളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതിനുശേഷം കൈനാസ് ഫ്രെഡിയോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. കാരണം തന്റെ ഭർത്താവ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് അപകടത്തിലാവും. മാത്രമല്ല അവൾ പറയുകയാണ്, ഞാൻ ഈ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ മാത്രമേ ഞാൻ ഭർത്താവായിട്ട് സ്വീകരിക്കുകയുള്ളായിരുന്നു. അവളുടെ ഈ ദയനീയ അവസ്ഥ കൂടുതൽ നേരം കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എങ്ങനെയെങ്കിലും അവളുടെ ഭർത്താവിൽ നിന്ന് അവളെ മോചിപ്പിച്ച് സ്വന്തമാക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അടുത്ത ദിവസം തന്നെ രാവിലെ ഫ്രെഡി കൈനാസുമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. ഏത് പ്രതിസന്ധിയിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അതിനുവേണ്ടി എന്ത് വില കൊടുക്കുവാനും ഞാനിപ്പോൾ തയ്യാറാണ്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, മറ്റൊരു മാർഗവുമില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കുക തന്നെ ഞാൻ ചെയ്യും. ആദ്യം അവൾ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ നിരസിക്കുന്നുവെങ്കിലും പിന്നീട് അവളും അതിന് സമ്മതം മൂളുന്നു. കൃത്യം നടത്തി കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമെന്നും നീയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ലെന്നും ഫ്രെഡി അവളെ അറിയിക്കുന്നു. അതിനുശേഷം ഫ്രെഡി കൈനാസിന്റെ ഭർത്താവായ ഡേവിഡിന്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ഒരു ദിവസം രാത്രി ജോഗിങ്ങിനായി പോയ അദ്ദേഹത്തെ ഫ്രെഡി പിന്നിൽ നിന്നും കാറിടിച്ച് കൊല്ലുകയാണ്. അതിനുശേഷം മരണമുറപ്പിക്കുന്നതിനായി അദ്ദേഹം കാർ പലതവണ ഡേവിഡിന്റെ ശരീരത്തിലൂടെ കയറിയിറക്കുന്നു. മരണമുറപ്പിച്ച ശേഷം അദ്ദേഹം ദൂരെ തന്റെ ഫാം ഹൗസിലേക്കാണ് നേരെ പോകുന്നത്. ഡേവിഡിന്റെ മരണം അന്വേഷിച്ചെത്തിയ പോലീസുകാർ അതൊരു ആക്സിഡന്റ് ആണെന്നാണ് ആദ്യം കരുതുന്നത്. എന്നാലും റെസ്റ്റോറന്റിന്റെ ഉടമയായ അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ കേസ് അവസാനിപ്പിക്കുന്നില്ല. ഇവിടെ ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്രെഡി കൈനാസിനെ കാണുന്നതിനായി അവളുടെ ഫ്ളാറ്റിലേക്ക് പോവുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഫ്രെഡി കൈനാസിന്റെ ഫ്ളാറ്റിൽ എത്തിച്ചേർന്നത്. എന്നാൽ അവിടെ ഫ്ളാറ്റിന്റെ ഡോർ തുറന്നത് മറ്റൊരാളായിരുന്നു. ആ വ്യക്തി കൈനാസിന്റെ കാമുകനും അവരുടെ റെസ്റ്റോറന്റിന്റെ തൊഴിലാളിയുമായിരുന്ന റേമണ്ട് ആയിരുന്നു. അവിടെ ഫ്രെഡി കണ്ടത് കൈനാസിന്റെ മറ്റൊരു മുഖമായിരുന്നു. അപ്പോഴാണ് ഫ്രെഡിക്ക് മനസ്സിലാകുന്നത് തന്റെ ഭർത്താവിന്റെ പേരിലുള്ള റെസ്റ്റോറന്റ് സ്വന്തമാക്കുന്നതിന് വേണ്ടി കൈനാസ് കളിച്ചൊരു കളി മാത്രമായിരുന്നു ഇതെന്ന്. താൻ നല്ല രീതിയിൽ കബളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം അപ്പോഴാണ് ഫ്രെഡിക്ക് മനസ്സിലാകുന്നത്. ഈ സമയത്ത് കൈനാസ് ഫ്രെഡിയുടെ സൗന്ദര്യത്തെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡേവിഡിനെ ചുറ്റിപ്പറ്റി നടന്ന ഫ്രെഡിയുടെ ചിത്രങ്ങളും മറ്റും അവർ ഫ്രെഡിക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇനിയും എന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ ഡേവിഡിന്റെ കൊലപാതകയായി നിന്നെ ഞാൻ പോലീസിന് പിടിച്ച് ഏൽപ്പിക്കുമെന്നും അതിനുവേണ്ട തെളിവുകൾ എന്റെ കൈവശമുണ്ടെന്നും കൈനാസ് ഫ്രെഡിയോട് പറയുന്നു. ഇത് കേട്ട് ഫ്രെഡി വേദനയും അപമാനവും സഹിക്കാൻ വയ്യാതെ കൈനാസിന് നേരെ പാഞ്ഞു പോവുകയാണ്. എന്നാൽ ഉടനെ തന്നെ അവളുടെ കാമുകൻ ഫ്രെഡിയുടെ പുറത്ത് ചാടി വീഴുകയും അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു. അപമാനഭാരത്തോടെ മറ്റൊന്നും ചെയ്യാനാവാതെ അദ്ദേഹം അവിടെ നിന്നും തിരികെ പോകുന്നു. ഫ്ളാറ്റിൽ തിരികെ എത്തിയ അദ്ദേഹം താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടി തന്നെ വഞ്ചിച്ചതോർത്ത് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം അവളെ ഇംപ്രസ് ചെയ്യാനായി വാങ്ങിയ മോഡേൺ വസ്ത്രങ്ങളെല്ലാം തീയിട്ട് നശിപ്പിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. കൈനാസ് ഇവിടെ വളരെ സന്തോഷവതിയാണ്. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡിന്റെ റെസ്റ്റോറന്റ് ഇപ്പോൾ അവളുടെ അധീനതയിലാണ്. അതിനുശേഷം ഫ്രെഡിയും പതിയെ തന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു ദിവസം ഫ്രെഡി തന്റെ അമ്മായിയെ കാണാനായി അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ എത്തി ഫ്രെഡി കൈനാസുമായിട്ട് തന്റെ ബ്രേക്കപ്പായ കാര്യമൊക്കെ അവരോട് പറയുന്നു. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്നും നീ അവളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ കണ്ട് സോറി പറയണമെന്നും അമ്മായി പറയുന്നു. അതിൻ പ്രകാരം കൈനാസിനെ കാണാനായിട്ട് അവളുടെ റെസ്റ്റോറന്റിലേക്ക് ഫ്രെഡി വരികയാണ്. എന്നാൽ ഫ്രെഡിയെ കണ്ട കൈനാസ് അദ്ദേഹം എന്തോ പ്രശ്നമുണ്ടാക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് കരുതി കാമുകനെയും കൂട്ടിയാണ് ഫ്രെഡിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. റെസ്റ്റോറന്റിൽ ഫ്രെഡി ഒരു ജ്യൂസ് ആവശ്യപ്പെട്ടപ്പോൾ കൈനാസിന്റെ കാമുകൻ അതിൽ തുപ്പിയിട്ടിട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. എന്നിട്ടും അദ്ദേഹം അത് കാര്യമാക്കാതെ കുടിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം കൈനാസിനോട് സോറി പറയാൻ തുടങ്ങുമ്പോഴേക്കും യാതൊരു പ്രകോപനവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അവളുടെ കാമുകൻ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫ്രെഡി കൈനാസിന് അയച്ചിരുന്ന ചാറ്റുകൾ കാണിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ നിസ്സഹായനായി വീണ്ടും ഫ്രെഡി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ട് താൻ വിജയിച്ചു എന്ന രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് കൈനാസ് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫ്രെഡിയുടെ ആത്മാഭിമാനത്തിന് പോറലേറ്റിരിക്കുകയാണ്. ഇനി അവരോട് ക്ഷമിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അവർ ചെയ്ത പണിക്ക് തിരിച്ചൊരു പണി കൊടുക്കുക തന്നെ വേണം അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ ഫ്രെഡി അന്നു മുതൽ അവർ ഇരുവരെയും നിരീക്ഷിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം അവർ ഇരുവരും പുറത്തുപോയ തക്കം നോക്കി അദ്ദേഹം അവരുടെ ഫ്ളാറ്റിന്റെ ഡോറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ നിർമ്മിക്കുകയാണ്. അതിനുശേഷം അവരുടെ ഫ്ളാറ്റിനുള്ളിൽ പ്രവേശിച്ച അദ്ദേഹം ഫ്രിഡ്ജ് തുറന്ന് അവിടെ വെച്ചിരുന്ന ഭക്ഷണത്തിൽ മയങ്ങാനുള്ള മരുന്ന് കലർത്തുകയാണ്. അതിനുശേഷം കൈനാസിന്റെ ഫേഷ്യൽ ക്രീമിൽ അവൾക്ക് അലർജിയുള്ള എന്തൊക്കെയോ സാധനങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അപ്രതീക്ഷിതമായി അവരിരുവരും ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ഈ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് അവരുടെ ജനലിന്റെ പിൻഭാഗത്തായി കയറി വിളിച്ചു നിൽക്കുന്നു. ഫ്ളാറ്റിൽ തിരികെ എത്തിയ കൈനാസ് വാഷ്റൂമിൽ കയറി ഫേസ് ക്രീം തന്റെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ്. ഈ സമയത്ത് അവരിരുവരും കാണാതെ ഫ്രെഡി അവിടെ നിന്നും എങ്ങനെയൊക്കെയോ പുറത്തു കടക്കുന്നു.
മയങ്ങാനുള്ള മരുന്ന് കലർത്തിയ ഭക്ഷണം കഴിച്ച ഇരുവരും ഗാഢ നിദ്രയിലാണ്ടു. ഈ സമയത്ത് ഫ്രെഡി തിരികെ വീണ്ടും അവരുടെ ഫ്ളാറ്റിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം അവളുടെ ഫേസ് ലോക്ക് ഉപയോഗിച്ച് ഫ്രെഡി അവളുടെ ഫോൺ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം അതിലുണ്ടായിരുന്ന ഡേവിഡിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ ചാറ്റുകളും ഫോട്ടോസുകളും അവൻ ഡിലീറ്റ് ആക്കി. അതിനുശേഷം മയക്കത്തിലായിരുന്ന റെയ്മണ്ടിന്റെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് അവന്റെ ഫോണും ഓപ്പൺ ആക്കുകയാണ്. എന്നിട്ട് അവന്റെ ഫോണിൽ നിന്നും നിന്റെ കാർ ഞാൻ ഉപയോഗിച്ച കാര്യം നീ പോലീസിൽ അറിയിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും എന്നുള്ളൊരു ഭീഷണി സന്ദേശം ഫ്രെഡിയുടെ ഫോണിലേക്ക് അയക്കുകയാണ്. അതിനുശേഷം തന്നെ കൊടുക്കാനായി റെയ്മണ്ട് എടുത്തിരുന്ന എല്ലാ ഫോട്ടോകളും ഡിലീറ്റ് ചെയ്തതിനു ശേഷം അവന്റെ കരണത്തടിച്ചുകൊണ്ടാണ് ഫ്രെഡി അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്നത്. അവരുടെ കാറിന്റെ കീ കൈവശപ്പെടുത്തി അദ്ദേഹം കാറിന്റെ ബ്രേക്ക് ഓയിൽ ചോർത്തിക്കളഞ്ഞ ശേഷം കീ തിരികെ കൊണ്ടുവച്ചിട്ടാണ് അവിടെ നിന്നും തന്റെ ഫ്ളാറ്റിലേക്ക് മടങ്ങുന്നത്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മയക്കം വിട്ടുണർന്ന കൈനാസ് തന്റെ വിരൂപ രൂപം കണ്ട് അലറി വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ അവരിരുവരും ഹോസ്പിറ്റലിൽ പോകാമെന്ന് തീരുമാനിച്ച് കാറിൽ കയറി യാത്ര തുടരുന്നു. എന്നാൽ വഴിക്ക് വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ട് അവരുടെ കാർ ആക്സിഡന്റ് ആകുന്നു. എന്നിരുന്നാലും സാരമായ പരിക്കുകളൊന്നും ഏൽക്കാതെ തന്നെ അവർ രക്ഷപ്പെടുന്നു. അടുത്ത ദിവസം ഫ്രെഡി അവരുടെ റെസ്റ്റോറന്റിലെത്തി ഒരു പല്ലിയെ പിടിച്ച് അവിടുത്തെ ഭക്ഷണത്തിൽ ഇട്ട ശേഷം ഈ വിവരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്നു. ഈ വാർത്ത പെട്ടെന്ന് തന്നെ വൈറലായതോടുകൂടി റെസ്റ്റോറന്റ് അടച്ചിടാനായി ഭക്ഷ്യവകുപ്പ് ഉത്തരവിടുകയാണ്. ഈ വാർത്ത അറിഞ്ഞ് ഇരുവരും റെസ്റ്റോറന്റിലേക്ക് പോയ സമയത്ത് ഫ്രെഡി വീണ്ടും അവരുടെ ഫ്ളാറ്റിൽ എത്തുകയും അവരുടെ ലാപ്ടോപ്പിൽ നിന്നും അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ തന്റെ ഫോണിലേക്ക് കോപ്പി ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഫ്രെഡിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത പരന്നത് എന്ന് കൈനാസിന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ കൈനാസും കാമുകനും ഉടൻ തന്നെ ഫ്രെഡിയുടെ ഫ്ളാറ്റിലേക്ക് യാത്രയാകുന്നു. എന്നാൽ യാത്രാമധ്യേ അവൾക്കൊരു കോൾ വരികയാണ്. അത് മറ്റാരുടേതുമായിരുന്നില്ല, അവളുടെ അമ്മയുടേതായിരുന്നു. അവളുടെ സ്വകാര്യ ചിത്രങ്ങളൊക്കെ അപ്പോഴേക്കും അവളുടെ അമ്മയുടെ ഫോണിലും എത്തിക്കഴിഞ്ഞിരുന്നു. ഭർത്താവ് മരിച്ച് കുറച്ചു ദിവസം ആകുന്നതിന് മുൻപ് തന്നെ മറ്റൊരുവനുമായി നീ ബന്ധം സ്ഥാപിച്ചുവല്ലോ എന്ന് ചോദിച്ച് അമ്മ അവളെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പിന്നിലിരിപ്പാണ്. അവർ ഇരുവരും ഉടൻ തന്നെ തന്റെ ഫ്ളാറ്റിലേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ ഫ്രെഡി പോലീസിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്റെ ഫ്ളാറ്റിലേക്ക് എത്തണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ഫ്രെഡിയുടെ ഫ്ളാറ്റിലേക്ക് എത്തിയ കൈനാസിന്റെ കാമുകൻ ഫ്രെഡിയെ മാരകമായ രീതിയിൽ ആക്രമിക്കുന്നു. എന്നാൽ ഫ്രെഡി തിരിച്ച് ഒരു രീതിയിലും പ്രതികരിക്കുന്നില്ല. അപ്പോഴേക്കും പോലീസ് അവിടെ എത്തുകയാണ്. അവർ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് കയറി വരുന്നത്. ഈ സമയത്ത് കൈനാസ് പോലീസിനോട് പറയുകയാണ്, എന്റെ റെസ്റ്റോറന്റ് തകർക്കുവാനാണ് ഇവൻ ശ്രമിക്കുന്നത്. ഇവനാണ് എന്റെ ഭർത്താവിനെ കൊന്നതും. അതിനുള്ള തെളിവുകൾ എന്റെ കൈവശമുണ്ട്. ഇത്രയും പറഞ്ഞ് അവൾ ഫോണിൽ അതിനുള്ള തെളിവുകൾ അന്വേഷിക്കുകയാണ്. എന്നാൽ ഫോണിൽ അവൾക്ക് അതിനുള്ള യാതൊരു തെളിവുകളും കിട്ടുന്നില്ല. ഈ സമയത്ത് ഇവരെന്തോ തെറ്റിദ്ധാരണ മൂലമാണ് ഇവിടെ എത്തി തന്നെ ആക്രമിക്കുന്നതെന്നും തനിക്ക് യാതൊരു പരാതിയില്ല എന്നും ഫ്രെഡി പറയുന്നു. അങ്ങനെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതി പോലീസുകാർ അവിടെ നിന്ന് അവർ ഇരുവരെയും പുറത്താക്കിയിട്ട് യാത്രയാകുന്നു. ഫ്രെഡിയുടെ അമ്മ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അതേസമയം അച്ഛൻ അത്രയേറെ ക്രൂരനായ ഒരു വ്യക്തിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്വഭാവങ്ങളും ഫ്രെഡിയിലുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം തന്റെ ഫ്ളാറ്റിലെത്തിയ ഫ്രെഡി ഫ്ളാറ്റിന്റെ മുൻവശത്തായി ഒരു വെടിയുണ്ട് കിടക്കുന്നതായിട്ട് കാണുന്നു. ഫ്ളാറ്റ് തുറന്ന് അകത്ത് കയറിയ അദ്ദേഹം അവിടെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി എറിഞ്ഞിരിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോഴേക്കും ഫ്രെഡിക്ക് ഒരു കോൾ വരികയാണ്. കോൾ ചെയ്തത് മറ്റാരുമായിരുന്നില്ല, കൈനാസ് ആയിരുന്നു. നീ ഓമനിച്ച് വളർത്തിയ നിന്റെ ആമ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. അതിന് ഞങ്ങൾ സൂപ്പാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ പറഞ്ഞു. ഈ വാർത്ത കേട്ട് ഫ്രെഡി ഷോക്കായി പോവുകയാണ്. അവന്റെ ജീവിതത്തിലെ ആകപ്പാട് ഉണ്ടായിരുന്ന ഒരേ ഒരു കൂട്ട് അവന്റെ ആ പ്രിയപ്പെട്ട ആമ മാത്രമായിരുന്നു. താൻ ജീവന തുല്യം സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ട പെറ്റിന്റെ മരണം ഫ്രെഡിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് രാത്രി അവൻ ഒത്തിരി നേരം കരയുകയുണ്ടായി. പിറ്റേന്ന് രാവിലെ തന്നെ അതിന്റെ കൂടും മറ്റും എടുത്ത് സംസ്കരിക്കുന്നു. ഈ ഒരു സംഭവത്തോടു കൂടി അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു സിംഹം സടകുടഞ്ഞ് എഴുന്നേൽക്കുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ അവൻ രാവിലെ കാറും എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിക്ഷക്കാരനെ കാണാനായിട്ടാണ് പോയത്. അവൻ അയാൾക്ക് ധാരാളം പണം കൈമാറിയിട്ട് താൻ പറയുന്നത് പോലെ പോലീസിൽ മൊഴി കൊടുക്കണമെന്ന് അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. ഡേവിഡിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഭിക്ഷക്കാരൻ പറയുന്നത് കാർ ഇടിച്ചത് കണ്ടുവെന്നും എന്നാൽ കാർ ഓടിച്ചിരുന്നത് ആരാണെന്ന് താൻ കണ്ടില്ല എന്നുമാണ്. അതിനുശേഷം കാറിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് പോലീസുകാർ ഫ്രെഡിയുടെ ക്ലിനിക്കിൽ എത്തുന്നു. അവർ ഫ്രെഡിയെ ചോദ്യം ചെയ്യുന്നു. അന്ന് തന്റെ ക്ലയന്റായിരുന്ന കൈനാസിന്റെ കാമുകൻ തന്റെ കാർ അത്യാവശ്യത്തിനായി വാങ്ങിക്കൊണ്ടു പോയതാണെന്നും പിന്നീട് ഈ രഹസ്യം പോലീസിനോട് പറഞ്ഞാൽ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും ഫ്രെഡി പോലീസിന് മൊഴി നൽകുന്നു. അതിനുശേഷം ഫ്രെഡി നേരത്തെ കൈനാസിന്റെ കാമുകന്റെ ഫോണിൽ നിന്നും തന്റെ ഫോണിലേക്ക് അയച്ച ആ ഭീഷണി മെസ്സേജ് പോലീസിന് കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല അവരിരുവരും തന്റെ ഫ്ളാറ്റിൽ കടന്ന് അവിടെ നടത്തിയ അക്രമങ്ങളുടെ CCTV ഫൂട്ടേജും അദ്ദേഹം പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഫ്രെഡിയുടെ മൊഴികൾ വിശ്വാസത്തിലെടുത്ത പോലീസ് ചോദ്യം ചെയ്യലിനായി കൈനാസിനോടും അവളുടെ കാമുകനോടും സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയാണ്. പിന്നീട് ഫ്രെഡി കൈനാസിനെ വിളിച്ച് താനാണ് പോലീസിന് മൊഴി കൊടുത്തതെന്നും നിങ്ങളൊരു സോറി പറഞ്ഞാൽ തന്റെ മൊഴി മാറ്റി പറയാൻ താൻ തയ്യാറാണെന്നും അവരെ അറിയിക്കുന്നു. എന്നാൽ താൻ നാട്ടിലില്ല എന്നും എൻ്റെ ഒരു ഫാം ഹൗസിലാണെന്നും നിങ്ങൾ അതിനുവേണ്ടി അവിടെ എത്തിച്ചേരണമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. വരുമ്പോൾ തന്റെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ഒരു സൂട്ട്കേസ് കൂടി കൊണ്ടുവരാൻ അദ്ദേഹം അവരോട് വിനീതമായി ആവശ്യപ്പെടുന്നു. ഇത് നമുക്ക് കിട്ടിയ നല്ലൊരു അവസരമാണെന്നും ഫാം ഹൗസിൽ വെച്ച് ആരും അറിയാതെ ഫ്രെഡിയെ ഇല്ലാതാക്കാമെന്നും ഇരുവരും പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇരുവരും ഒരു സൂട്ട്കേസുമായി ഫ്രെഡിയുടെ ഫാം ഹൗസിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ എത്തിയ കൈനാസ് ഫ്രെഡിയുടെ ഗൺ അവിടെ കാണുകയും അതെടുത്ത് ഫ്രെഡിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ഗണ്ണിനുള്ളിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഫ്രെഡിയെ ആക്രമിക്കുന്ന കൈനാസിനെയും അവളുടെ കാമുകനെയും ഫ്രെഡി തന്റെ കയ്യിലുണ്ടായിരുന്ന ഷോക്കേൽപ്പിക്കുന്ന യന്ത്രം ഉപയോഗിച്ച് ആക്രമിക്കുകയും അവരിരുവരെയും ബോധരഹിതരാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവരിരുവരും കണ്ണുകൾ തുറക്കുന്നത് ഫ്രെഡിയുടെ ഓപ്പറേഷൻ ടേബിളിന് മുകളിലാണ്.
ഇവിടെ കരഞ്ഞുകൊണ്ട് കൈനാസ് ഫ്രെഡിയോട് താൻ ഇപ്പോഴും ഫ്രെഡിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നും ആമയെ കൊന്നത് റെയ്മണ്ട് ആണെന്നും അതുകൊണ്ട് തന്നെ വെറുതെ വിടണമെന്നും പറയുന്നു. എന്നാൽ അവിടെ മറ്റൊരു ഭാഗത്ത് ഏറെ നേരമായിട്ടും സ്റ്റേഷനിലെത്താത്ത കമിതാക്കളെ അന്വേഷിച്ച് പോലീസ് അവരുടെ ഫ്ളാറ്റിൽ എത്തിച്ചേരുന്നു. അവിടെ അവർ CCTV ഫുട്ടേജിൽ നിന്നും കമിതാക്കൾ വലിയൊരു സുട്ട്കേസുമായി എങ്ങോട്ടോ കടന്നു കളഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്നു. അതോടെ ഇരുവരും പോലീസിനെ ഭയന്ന് നാടുവിട്ടതാണെന്ന് പോലീസ് തെറ്റിദ്ധരിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയായിരുന്നു അവരോട് ഒരു സൂട്ട്കേസ് കൂടി കൊണ്ടുവരണമെന്ന് ഫ്രെഡി പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്രെഡി കൈനാസിന്റെ കയ്യിൽ ഒരു വയലിൻ കൊടുത്തിട്ട് അത് വായിക്കാൻ പറയുകയാണ്. കാരണം മുൻപൊരിക്കൽ കൈനാസ് പറഞ്ഞിരുന്നു ഫ്രെഡിയുടെ അമ്മയുടെ ആരാധന കാരണം അവൾ വയലിൻ പഠിക്കാൻ പോയിരുന്നു എന്നുള്ള കാര്യം. എന്നാൽ കൈനാസിന് വയലിൻ വായിക്കാൻ അറിയാത്തത് കാരണം അവൾക്കതിന് സാധിക്കുന്നില്ല. അപ്പോൾ ഫ്രെഡി പറയുകയാണ്, ഇപ്പോൾ നീ വീണ്ടും മറ്റൊരു കള്ളം എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് ഫ്രെഡി അവളുടെ കാമുകന്റെ ഓരോ പല്ലുകളായി പറിച്ചെടുക്കുന്നു. വേദന കൊണ്ട് അവൻ അലറി വിളിക്കുകയാണ്. അതിനുശേഷം ഫ്രെഡി കൈനാസിന്റെയും ഓരോ പല്ലുകളായി പറിച്ചെടുക്കുകയാണ്. ഈ സമയം രക്തം വാർന്ന് കൈനാസിന്റെ കാമുകൻ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. മരണപ്പെട്ട കൈനാസിന്റെ കാമുകനെയും ജീവനോടെയുള്ള കൈനാസിനെയും ഫ്രെഡി തന്റെ ഫാം ഹൗസിന്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം അദ്ദേഹം അവിടെ 2 വലിയ കുഴികൾ കുഴിക്കുന്നു. ആ കുഴികളിൽ കിടത്തി ഇരുവരെയും മണ്ണിട്ട് മൂടുന്നു. അങ്ങനെ കൈനാസിനെ അദ്ദേഹം ജീവനോടെ കൊലപ്പെടുത്തുകയാണ്. ആ സമയത്തും അദ്ദേഹം പറയുകയാണ്, ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ഇരുവരുടെയും കുഴിമാടത്തിന് നടുവിലായി നെഞ്ചു വിരിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്.